മിശിഹായിലേറെ സ്നേഹമുള്ള വികാരിയച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആദ്യമേ എല്ലാവർക്കും ആശംസിക്കുകയാണ്. തിരുനാളിൻ്റെ 2 ദിവസം കൂടെ ഉണ്ട്, എങ്കിലും നേരത്തെ തന്നെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. കേവലം 4-5 സ്ഥലത്ത് മാത്രം സുവിശേഷത്തിൽ കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. എങ്കിൽ പോലും ഒരു പൂച്ചെണ്ടുമായി ഈ സുവിശേഷത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഔസേപ്പ് പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഔസേപ്പ് പിതാവ് തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ലില്ലിപ്പൂക്കൾ പ്രതിനിധാനം ചെയ്യുന്നത് ഔസേപ്പ് പിതാവിൻ്റെ വിശ്വസ്തതയെയും അവിടുത്തെ നിഷ്കളങ്കതയുമാണ്. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞതുപോലെ 4-5 വരികളിൽ മാത്രം ഔസേപ്പ് പിതാവിനെ നമ്മൾ സുവിശേഷത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ നിഷ്കളങ്കതയും ആ വിശ്വസ്തതയും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ദൈവം വരച്ചു കൊടുത്ത ആ 4 വരിയിൽ കൂടി വിശ്വസ്തതാപൂർവ്വം നടന്നുകൊണ്ട് തിരുക്കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നീതിമാനായി തുടർന്നുകൊണ്ട് മനുഷ്യപുത്രൻ്റെ വളർത്തു പിതാവായിട്ട് ഔസേപ്പ് പിതാവ് മാറിയപ്പോൾ നമുക്ക് ഈശോയെ, ദൈവപുത്രനെ നമുക്ക് പാപപരിഹാരത്തിനായിട്ട് നൽകുകയായിരുന്നു. നീതിമാൻ എന്ന് എപ്പോഴും നമ്മൾ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പ്രകീർത്തിക്കുമ്പോഴും അവിടുന്ന് ചെയ്ത പ്രവർത്തികൾ എത്രത്തോളം നിഷ്കളങ്കതയോടും നിശബ്ദതയോടും കൂടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നിശബ്ദമായിട്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ തോളിൽ വഹിച്ചുകൊണ്ട് ഒരു ആശാരിപ്പണിക്കാരനായിട്ട് തൻ്റെ കുടുംബത്തെ പുലർത്തുവാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത വിശുദ്ധ ഔസേപ്പ് പിതാവ് നമുക്കൊരു മാതൃകയായിട്ട് നിലകൊള്ളുകയാണ്. ഈ വിശുദ്ധരെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും വിചിന്തനം ചെയ്യുകയും തിരുനാളുകൾ ആഘോഷിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. ഈ വിശുദ്ധര് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് വലിയ മാതൃകയാണ്. നമ്മളെപ്രകാരമായിരിക്കണം നമുക്ക് ലഭിച്ച ഈ വിശ്വാസം ക്രൈസ്തവ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഈ വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഔസേപ്പ് പിതാവ് ഈ വിശുദ്ധരുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വിശുദ്ധനായി തീരുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ മാതൃകയുമായിട്ട് വിശുദ്ധ ഔസേപ്പ് പിതാവ് മാറുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ പലപ്പോഴും ദൈവവിളി എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത് ഒന്നെങ്കിൽ ഒരു അച്ഛനാകുന്നത് അല്ലെങ്കിൽ കന്യാസ്ത്രീ ആകുന്നത് മാത്രമാണ് ദൈവവിളി എന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ പറയുന്ന സന്യസ്ത ജീവിതത്തെക്കാൾ ഒരു പടി മുകളിലാണ് കുടുംബജീവിതം എന്ന ദൈവവിളി. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് ദൈവവിളി എന്ന് പറയുമ്പോൾ അച്ഛനോ സിസ്റ്ററോ ആകുന്നത് മാത്രമാണ് എന്ന് കരുതുമ്പോൾ പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിളിയെ ഓർത്ത് നന്ദി പറയാൻ വിട്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നസ്രത്തിലെ തിരുക്കുടുംബം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബമായി തീരുവാനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മൾ നിയാചിക്കേണ്ടത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കുടുംബജീവിതം എന്ന ദൈവവിളിയെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവാൻ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, ഔസേപ്പ് പിതാവിനെ പോലെ നീതിമാനായിരുന്നു കൊണ്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഉള്ള കടമ ഓരോ പിതാക്കന്മാർക്കുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളിവിടെ കുടുംബജീവിതത്തിൽ വിജയിച്ച് ഈ നിലയിലെത്തി നിൽക്കുമ്പോഴും ഔസേപ്പ് പിതാവ് നിശബ്ദനായിക്കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. അതിന് നമുക്ക് നന്ദി പറയേണ്ട ആവശ്യകതയുമുണ്ട്. ഈ തിരുനാൾ അതിനുവേണ്ടി ഉപയോഗിക്കണമെന്നാണ് നിങ്ങളോട് എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. ഔസേപ്പ് പിതാവ് നീതിമാനായിരുന്നു, അവിടുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് നമുക്കറിയാം. എല്ലാ ജോലിക്കാരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. അവിടുത്തെ മധ്യസ്ഥതയാൽ നമ്മുടെ എല്ലാ അധ്വാനങ്ങളും ഫലമണിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച അവിടുത്തെ മാധ്യസ്ഥത്തിലൂടെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയാനുള്ള അവസരമായിട്ട് നമുക്ക് കാണാം. കുടുംബങ്ങളുടെ വലിയ കാവൽക്കാരനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. നമ്മുടെ കുടുംബം ഇന്നും സന്തോഷത്തോടും ഐക്യത്തോടും കൂടെ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ
അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരിക്കലെങ്കിലും യേശു പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മൾ യാചിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ തിരുക്കുടുംബം പോലെ നമ്മുടെ കുടുംബമായി തീരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വിശുദ്ധ യേശു പിതാവിനെ പോലെ നിർവഹിക്കുവാനുള്ള ശക്തിയും കൃപയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരാതി കൂടാതെ നമ്മുടെ സഹനങ്ങളെ സ്വീകരിക്കുവാൻ നമുക്കറിയാം. നീതിമാനായിരുന്നത് എപ്രകാരമാണ് എന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ സ്വപ്നത്തിൽ അവന് ദർശനമുണ്ടായപ്പോൾ അതൊക്കെ ഒരു മനുഷ്യനെ പോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ, സാധാരണ മനുഷ്യനെ പോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ യേശു പിതാവിന് കർത്താവിൻ്റെ വളർത്തു പിതാവായി തീരുവാൻ സാധിക്കുമായിരുന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായിട്ട് ഭൂമിയിൽ ദൈവപുത്രൻ്റെ അപ്പനായിട്ട് മാറുവാൻ യേശു പിതാവിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്ന അപ്പൻ്റെ എല്ലാ ഉപമകളിലും ഒരു അപ്പൻ്റെ കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും അപ്പൻ എപ്പോഴും സ്നേഹനിധിയാണ് എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നും വേണ്ട, നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈശോ അനുഭവിച്ച അപ്പൻ്റെ സ്നേഹം തന്നെയാണ് സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം, നമ്മളെപ്പോഴും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിശുദ്ധ യേശു പിതാവിനെ നമുക്ക് മറക്കാതിരിക്കാം. കുടുംബത്തിൻ്റെ വലിയ കാവൽക്കാരനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ യേശു പിതാവിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ, അതുവഴി നമ്മുടെ കുടുംബം ഐശ്വര്യപൂർണ്ണമാകുവാൻ, സ്നേഹത്തിലായിരിക്കുവാൻ, ഐക്യത്തിലായിരിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ നമ്മുടെ കുടുംബങ്ങളെല്ലാമായി തീരുവാൻ, നമ്മുടെ കുടുംബം കൊണ്ട് മറ്റുള്ളവർക്ക് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൂല്യം, മാതൃക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.